ഗായ്സ് നമ്മൾ മൈലാഞ്ചി ഇട്ടാണ് ഗായ്സ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ കാലയിൽ മൈലാഞ്ചി ഇടണം. ഞാനെങ്കിൽ എന്ത് ചെയ്ത് പാവല്ല ഇട്ടോട്ടത്തൊക്കെ വിചാരിച്ച്. She's cooking something guys. Let's see what's in this. അപ്പോൾ നമ്മൾ ലീവിന് വന്നതാണ്. ലീവിന് വന്ന് നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് വന്നു. സുധാ കുഞ്ഞാറ്റ ആദ്യം പറഞ്ഞു കയ്യിലിട്ടോട്ടെ. പറഞ്ഞു കയ്യിൽ വേണ്ട, ഇതാ പിന്നെ കാലിലിട്ടോട്ടെ. ഓ കാലിലിട്ടോ എന്ന് പറഞ്ഞു. Look at my കാല് guys. The artistic. പരിപാടി കഴിഞ്ഞു. ദിസ് ഈസ് ദ ആർട്ട് ആൻഡ് ദിസ് ഈസ് ദ ആർട്ടിസ്റ്റ്. കഴുകിക്കളഞ്ഞ് കാണിച്ചുതരാം ഗൈസ്. ഏയ് ഗൈസ് ലുക്ക് അറ്റ് ദീസ്. നമ്മളിപ്പോൾ ഉള്ള പപ്പേൻ്റെ ഷെട്ടിലാണ്. ഇത് തങ്കൻ ചേട്ടൻ പപ്പ. സോ നമ്മൾ ഇപ്പോൾ നൈസിൽ ഇവിടെ ഒരു പുഴയുണ്ട്. അപ്പോൾ പുഴേൻ്റെ അടുത്ത് പോകണം. നല്ല വെയിലടിക്കുന്നുണ്ട്. സോ നമ്മൾ അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ ഷെഡ്. ഇതാണ് പ്ലേസ്. ദിസ് ഇസ് നമ്മുടെ പഴയ വണ്ടി എക്സലൻഡ്. ഇത് പപ്പ വീട്ടിലേക്ക് വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പുഴ കാണുന്നത്. ഇവിടുന്ന് അറൗണ്ട് എത്ര കിലോമീറ്റർ ഇവിടുന്ന്? 2 കിലോമീറ്ററിന് അടുത്തുണ്ട്. സോ നമ്മൾ ആ ബൈക്കിൽ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. സോ അവിടെ നിന്ന് കാണാം. സോ ദിസ് ഈസ് ദ ബൈക്ക് മാൻ. പേടിച്ചു പോയി ഗൈസ്. ഈ സാധനത്തിന് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതാ പറഞ്ഞു. അയ്യോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് അമ്മ വലിയ സ്ഥലമാണ്. ഓ മൈ ഗാഡ്. ഇതിലാണ് ഗൈസ് വന്നത്. സംഭവം അടിപൊളി കേട്ടോ. നല്ല സെറ്റ് സ്പോട്ട് പറഞ്ഞാൽ സെറ്റ് സ്പോട്ടാണ്. സ്ഥലമൊക്കെ അടിപൊളിയാണ്. ഓ ഏതാവാണ് ഇത്. ഫോട്ടോ എങ്ങനെയുണ്ട്? പൊട്ടിച്ചാറല്ലേ? അയ്യോ. ഓ ഇത് 1 man സീറ്റ്. ഒരാൾക്ക് വെള്ളം വണ്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ നല്ല വെള്ളം. ഗായ്സ് ഹെവി ആണ്. നമ്മൾ ഇവിടെ പുഴയിലുണ്ട്. പോലെ സെറ്റ് സ്ഥലം കേട്ടോ. സംഭവം പൊളി സ്ഥലം. ഒരേ വൈബ്, ഒരേ മൂഡ്. നൈസിൽ കാലൊക്കെ ഒന്ന് കഴുകി. സംഭവം പുഴയൊക്കെ കാണാനല്ല ഒരു കടലിൻ്റെ ഒരു സെറ്റപ്പ്. ഗുണ്ടൽപേട്ടയോ? ആ ഇവിടുന്ന് തോണി കടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട ഏരിയ ആണെന്നാണ്. അത് ശരി. ഇവിടെ നമുക്ക് നടന്നു പോയാലോ അവിടെ എത്തും? അപ്പൊ ഈ ഫോറസ്റ്റുകാർ പിടിക്കുന്നില്ലോ? ഇവിടെ കാലികൾ വരുന്നുണ്ട് കേട്ടോ. അവർ വളർത്തുന്ന ഞാൻ തോന്നുന്നു. സോ ഗൈസ് ദാ അവിടെ നിന്ന് വന്ന പശുക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. നൈസിൽ പശുക്കൾ ഇവിടെ എത്തി. ഇവിടെ മീൻ പിടിക്കാൻ വരുന്ന ആരെങ്കിലും കാണുമായിരുന്നു നൈസിൽ നമുക്ക് കൊട്ടയ്ക്ക് കയറായിരുന്നു. ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് നൈസിൽ ഒന്ന് കയറി ചോദിച്ച് ഒന്ന് കൊട്ടയിൽ നിന്ന് പോയി. നമുക്ക് എനിക്ക് തൊഴ അറിയാലോ, നിങ്ങൾക്കറിയില്ലേ നമ്മളൊക്കെ പഴയ തൊഴുത്തുകാരാണ്. ഒക്കെ അവർ വളർത്തുന്ന പശുക്കളാണ്. ഭയങ്കര ആഴാണ് വഴിക്ക്. പോയോ? എന്ത് പറ്റി? അവിടെ 2 ആൾക്കാർ കുത്തു കൊടുത്തു. എൻ്റെ അടുത്തേക്കൊരു നോട്ടം ഉണ്ടല്ലോ ഈശ്വര. വരുന്നു. പേടിക്കാൻ പാടില്ല ആണ് സംഭവം.
നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു പേടി മനസ്സിലാവും. അതേ ഒരാൾ നോക്കി. നമ്മൾ പേടിക്കരുത്. നമ്മുടെ പേടിയാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത്ത്. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ആ പേടി മനസ്സിലാവും. അവർ നമ്മുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വരും. അയ്യടാ നോക്ക്, ബാ. അതുങ്ങളൊന്നും വരില്ല, അതുങ്ങൾ ചെറിയ മക്കളാണ്. മടി. പിന്നെ നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അറിയില്ലാത്ത വഴിയിൽ നമ്മൾ ഇറങ്ങി സാഹസം കളിക്കാൻ മുദ്രയുണ്ട്. അതുകൊണ്ട് ഞാൻ നൈസിൽ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് മാത്രം ആക്ച്വലി ഇല്ല, നമ്മൾ ഇറങ്ങി നോക്കിയാണ്. ഗായ്സ് നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്. ഇല്ല പിടിക്കില്ല. ഇവിടെ കല്ലൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിരുന്നു. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇവിടെ നന്ദീൻ്റെ പ്രതിമയുണ്ട്. ദേവസ്ഥാനം പോലും. ഇവിടെ ഫുള്ള് എന്താ പറയുക കോളനികളാണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ആ കാണുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം കൃഷിയാണ്. അവിടെ കണ്ടോ, കാണാൻ പറ്റുമോ അറിയില്ല. ആ കാണുന്നത് ആക്ച്വലി ഇവിടെ സംഭവം ഫുള്ള് കൃഷിയാണ്. ഏതെങ്കിലും ഒരു വണ്ടി ആരെങ്കിലും വരുമായിരുന്നെങ്കിൽ നമുക്ക് നൈസിൽ എന്താ കൊട്ടത്തോണിയിൽ പോകായിരുന്നു. പക്ഷെ ആരെയും കിട്ടിയില്ല. സോ നമ്മൾ ആ നൈസിൽ തിരിച്ച് പോവാണ്. ഫുള്ള് നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതവിടെ നമ്മൾ ഒരു ഊരിലേക്ക് കയറുകയാണ്. ഇതാണ് ഒരു ഊരെന്നാണ് ഇവിടെ പറയുക. സംഭവം കറക്റ്റ് ഇപ്പം എനിക്കും അറിയത്തില്ല. ആക്ച്വലി ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവർ എന്താ പറയുക കെട്ടി താമസിക്കുന്നു. നമ്മുടെ ഈ എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ സിസ്റ്റം ഉണ്ടാവില്ലേ, കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്, അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്. സോ നമ്മൾ നേരെ വിടുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഒരു അണ്ണൻ്റെ അടുത്ത് വന്നിട്ട് അണ്ണൻ നമുക്ക് നാരങ്ങ ലെമൺ ബാക്ക് മൊത്തം ലെമണാണ് പറിച്ച് പറഞ്ഞത്. ഇതിന് ഇവരിവിടെ ഇതിന് പുളിയെന്നാണ് പറയാം കേട്ടോ. എന്താ പുളീനെ കണ്ട് ഇതിന് പറയാം പറഞ്ഞ് അത് പറിച്ച് നൈസിലിതാ വിട്ടു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് ലെമൺ ടീ കുടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കടയിൽ പോയി ലെമൺ ടീ വാങ്ങി. എന്നിട്ട് പിന്നെ നാരങ്ങയ്ക്ക് ബുദ്ധിമുട്ടുള്ള പറഞ്ഞിട്ട് നാരങ്ങ പറിക്കാൻ വന്ന. ഇതൊക്കെ കായ്സ് കുറേ ഉണ്ട് കായ്സ്. നല്ല മുഴുത്ത നാരങ്ങ. അയ്യോ അയ്യോ ലെമൺ പറിക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. ഞാനിവിടെ പണ്ടൊന്നും ഒരു ദിവസം വന്നിട്ടില്ല. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ. അന്നൊരു നമ്മൾ മറ്റേ ഒരു കാളവണ്ടിയിലൊക്കെ കയറി ഒരു പൂ പറിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയ ആ കറക്റ്റ് സ്പോട്ടാണിത്. ആ സെയിം സ്പോട്ടിലേക്കാണ് നമ്മൾ പിന്നെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ണൻ്റെ വീട്ടിൽ ഇവരൊക്കെ ഇവിടെ നെയ്ബേഴ്സ് കമ്പനിക്കാർ ഒക്കെ സൂപ്പർ കമ്പനിക്കാരാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒക്കെ കമ്പനി. പറിച്ചോട്ടെ പറിച്ചോ. ഇവിടെ വീട്ടിൽ മനയിൽ കവറുണ്ടാവും, കവറല്ലി കുക്കി എന്നൊക്കെ പറഞ്ഞ് സംഭവം. നമുക്ക് അത്ര അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടിയ നാരങ്ങ നമ്മൾ നൈസ് ചെയ്ത് ആ ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവാണ് നമ്മുടെ സ്ഥലത്തേക്ക്. പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നല്ല പോവാം. ഗായ്സ് നമ്മളിതാ റൂമിലെത്തി. നല്ല വെയിലാണ്. നൈസിലൊന്നും കുറച്ച് ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് ഇനി നെക്സ്റ്റ് ഡേ പരിപാടി. നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സൂൺ ഐ വിൽ അപ്ഡേറ്റ് ഇൻ ദ വീഡിയോ. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. ഞാനിപ്പോൾ എന്താ കഴിക്കുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ. ഐ വിൽ ഷോ യു ഗൈസ്. ചിക്കൻ ബിരിയാണി, സൂപ്പ് ചിക്കൻ ബിരിയാണി. പിന്നെ എന്താ പറയുക, ഇടിയർച്ചയാണ്. ബാക്കി നിങ്ങൾ ഗസ് ചെയ്തോളുക. ബാക്കി നിങ്ങൾക്ക് ഞാൻ വിട്ടതിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറയില്ല. Amazing. കൊതികളാണ്.
സൂപ്പർ ടേസ്റ്റാണ്. ഗായ്സ് ഗുഡ് ഈവനിങ് ഗായ്സ്. നമ്മളിപ്പോൾ ജിഞ്ചർ ടീ കുടിക്കുകയാണ്. ബാംഗ്ലൂർ ജിഞ്ചർ ടീ കുടിച്ച് ഭയങ്കര അഡിക്ഷനായി പോയി ജിഞ്ചർ ടീ. എനിക്ക് മീനൊന്നും റെഡിയാക്കാൻ അറിയില്ല. ഞങ്ങൾ മീൻ വാങ്ങിയിട്ടുണ്ട്. മീൻ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. ഇത്രയും മീൻ വാങ്ങിയതിന് പപ്പ നല്ല ചീത്ത പറയാനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിലോപ്പുണ്ട്, പിന്നെ ഒരു വലിയൊരു റോ. അപ്പം ഇത് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ചാക്കും കൊണ്ടൊക്കെ വന്നു. നമുക്ക് ആവശ്യം എടുത്താൽ ആകെ അവന് കൊടുത്തു. ഇത് എവിടുന്ന് വെട്ടാനാ? എവിടുന്ന് വെട്ടാനാ? മുട്ടി എവിടെയാ? അകത്താ? എവിടെയാട്ടാ പറ, ഞാൻ എടുത്തിട്ട് വരാം. എല്ലാം മീൻ ഒരു 3-4 അവന് കൊടുത്തു. ഹേ ഗായ്സ്, നമ്മളെ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇതാടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കണം. ഇവിടുത്തെ പാല് നല്ല കൊഴുപ്പുള്ള പാലാട്ടോ. നല്ല കൊഴുപ്പുണ്ട് പാലിന്. ഇവിടുത്തെ പാല് അറിയോ? നന്ദിനി മിൽക്സ്. ഓക്കെ, സോ നമ്മൾ അവരോട് മീൻ വെട്ടുന്നിടത്തേക്ക് പോകാം. നല്ല മീൻ ഫിഷ് ഫ്രൈ ആയിരിക്കും. സോ ഞാൻ ഫിഷ് ഫ്രൈൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഇതേത് മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടൈപ്പ് മീനാണുള്ളത്. ഒന്ന് റോഹ്, പിന്നെ ഫിലോപ്പി. നമുക്ക് പിന്നെ തിന്നാൻ മാത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ നന്നാക്കാൻ അവരോട് കൂടുന്നില്ല. ഞാൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. എന്താ രുചിയെന്നറിയോ? ഗായ്സ് ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇരുന്ന് വറുത്ത സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു പീസൊക്കെ എടുത്തിട്ട് കഴിച്ചു നോക്കിയാണ്ടല്ലോ, എമ്മ ടേസ്റ്റ് അറിയോ? അമ്പ സെറ്റ്. നല്ല ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മൾ കിട്ടുമല്ലോ, തല വറക്കണേ. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് നമ്മുടെ മറ്റേ സാധനം ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ ദാ മോനെ കറി വെച്ചേക്കുന്ന കണ്ടോ? ഏതാ മോനെ സാധനം. അപ്പം ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഇന്ന് നമുക്ക് ഫിഷ് ബിരിയാണിയാണ്. സോ വി ആർ ട്രൈയിങ് ഫിഷ് ബിരിയാണി. എന്തായാലും ഞാൻ നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ട് ഇത് കിടന്നുറങ്ങട്ടെ. രാവിലെ അതോ സാധനം ഇങ്ങനെ കിടന്ന് മുറിയുന്നുണ്ട്. ഇതാണ് നമ്മളാ വലിയ മീനില്ലേ, ആ വലിയ മീനിൻ്റെ തലയാണിത്. ഇനി 2-3 പീസുകൾ, ഇത് ഫിലോപ്പിയുടെ പീസുകൾ 2-3 വറുക്കാനിരിക്കുന്നതാണ്. മോനെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരു സമയമുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളെ കൊതിപ്പിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കേസല്ല. സോ ഞാൻ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ ഇനി അടുത്ത പരിപാടിയായിട്ട് ഞാൻ വീഡിയോ കൊണ്ട് വരാം. സോ സ്കിപ്പിങ് വേണ്ട, ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോയിലും ഇട്ടേക്കാം. പിന്നെ വേറൊരു വീഡിയോ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. സോ എന്തായാലും കാണാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, സീ യു, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 5 മണിയുടെ കണ്ട് ഞാനിപ്പോൾ നേരത്തെ എണീറ്റ്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. സോ കിടന്നുറങ്ങാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. നേരം വെളുക്കുന്നതനുസരിച്ച് നല്ല തണുപ്പ്. ഇപ്പോൾ നൈസിൽ അവിടെ കടയിൽ പോയിട്ടൊരു 2 പാല് വാങ്ങിയിട്ടുണ്ട്. നൈസിലൊരു ജിഞ്ചർ ടീ ഇടാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ജിഞ്ചർ ടീ ഒക്കെ അങ്ങോട്ട് സെറ്റായി വരുന്നുണ്ട്.
നല്ല ഫ്രഷ് ഇഞ്ചി, നല്ല മായം ചേർക്കാത്ത നല്ല ഫ്രഷ് ഇഞ്ചി കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഇഞ്ചി എടുത്തു, ചതച്ചു, ചായപ്പൊടിയൊക്കെ സൂപ്പർ ചായപ്പൊടി ഇട്ട് ഇനി ചായ എടുക്കുക, കുടിക്കുക. പിന്നെ നമുക്ക് കടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലജി, ദിസ് ഈസ് ദ കടി ഫോർ ടുഡേ. സോ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ അവിടെ അടുത്ത് കടയിൽ പോകണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ലഗേജൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വെട്ടി, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇതാ ചായ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവയ്ക്കുക, ചായ കുടിക്കണം. ഞാൻ ആ ചായ സ്ലിമ്മിലിട്ടിട്ട് വന്നേക്കുന്നത്. സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇതെടുക്കേണ്ടത്, കാരണം എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. അടി പിടിക്കാണ്ട് നോക്കണം. സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, ഹെവി ഗൈസ്, നമ്മുടെ ചായ നമുക്ക് നല്ല ചൂടിലിതാ റെഡി ഇരിപ്പുണ്ട് വിത്ത് പാലജി ബിസ്ക്കറ്റ്. ഒരു മുക്കി വായിലേക്ക്. സൂപ്പർ ടേസ്റ്റ്, നല്ല അമേസിങ് ജിഞ്ചർ ടീ. ആ ജിഞ്ചറിൻ്റെ ഒരു കുത്തലില്ലേ ശരി.